മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ (CSSD), റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. വടക്കാഞ്ചേരിയുടെ ഓർമ്മച്ചെപ്പുകളിൽ ഒന്നായ കുമ്മായ ചിറ തകർന്നടിയുന്നു. പണ്ടുകാലത്ത് വേനലിൽ ചിറ ചീർപ്പിട്ടാണ് വടക്കാഞ്ചേരിയിലെ ജലക്ഷാമം പരിഹരിച്ചിരുന്നത്. കുളിക്കാനും കുടിക്കാനും വരെ ഉപയോഗിക്കാവുന്ന ശുദ്ധമായ വെള്ളം വടക്കാഞ്ചേരി പുഴയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. വടക്കാഞ്ചേരി പുഴ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല ചന്തമായിരുന്നു. അതുകൊണ്ട് തന്നെ നിരവധി മലയാള സിനിമകളിൽ കുമ്മായ ചിറ ഇടം പിടിച്ചിട്ടുണ്ട്. പ്രേം നസീർ, ജയഭാരതി താരജോഡികൾ അഭിനയിച്ച കരിപുരണ്ട ജീവിതം, കുഞ്ചാക്കോ ബോബൻ, ജ്യോതി കൃഷ്ണ എന്നിവർ അഭിനയിച്ച ഗോഡ് ഫോർ സെയിൽ എന്ന ചിത്രത്തിലെ ഗാനരംഗം എന്നിവ ചിത്രീകരിച്ചത് കുമ്മായച്ചിറയും പരിസരങ്ങളിലുമായാണ്. 68 വർഷം പഴക്കമുള്ളതാണ് വടക്കാഞ്ചേരിയിലെ കുമ്മായച്ചിറ. ഈ പ്രദേശത്ത് പണ്ട് നിരവധി കുമ്മായപ്പുരകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ചിറയ്ക്ക് കുമ്മായച്ചിറ എന്ന് പേര് വന്നത്. കാലപ്പഴക്കം മൂലം ചിറയിലെ മരപ്പാളികൾക്ക് കേട് സംഭവിച്ചിരുന്നു. 1999 SSA ആസാദ് പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ 4 ലക്ഷം രൂപ ചിലവിൽ മരപ്പാളികൾ മാറ്റി ഇരുമ്പ് ഷട്ടറുകൾ സ്ഥാപിക്കാൻ നടപടി ആരംഭിച്ചെങ്കിലും പദ്ധതി പൂർത്തീകരിക്കാൻ ആയില്ല. 2018 പ്രളയത്തോടെ കുമ്മായച്ചിറയ്ക്ക് കേടുപാടുകൾ വർദ്ധിച്ചു. അധികാരികളാകട്ടെ കുമ്മായച്ചിറയിലേക്ക് തിരിഞ്ഞു നോക്കുന്നുമില്ല. വടക്കാഞ്ചേരിയിലെ നാശം വന്നുകൊണ്ടിരിക്കുന്ന കുമ്മായച്ചിറ സംരക്ഷിക്കണമെന്ന് K. അജിത് കുമാർ അടക്കമുള്ള പ്രതിപക്ഷ കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. ഞങ്ങള് കൗൺസിലർമാരും മണ്ഡലം പ്രസിഡന്റും കൂടി ഇവിടെ കുമ്മായച്ചിറയുടെ ഒരു സൈഡ് ഇടിഞ്ഞു എന്ന് കേട്ടിട്ട് വന്നപ്പോൾ ഇതിന്റെ കൈവരികളൊക്കെ തകർന്നിട്ടുണ്ട്. പിന്നെ ഈ പാലം തന്നെ അതിന്റെ സ്ലാബിന്റെ ഭാഗം പൊട്ടിയിട്ടുണ്ട്. ഇനി അധികാലം ഈ ചിറ ഉപയോഗിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷ നമുക്കില്ല. അടിയന്തരമായി അതിൻ്റെ കാര്യങ്ങൾ നഗരസഭയും ബന്ധപ്പെട്ട അഡീഷണൽ ഇറിഗേഷൻ വകുപ്പും ഈ പുഴ പുനരുദ്ധാരണ പ്രവർത്തനത്തോടു കൂടി ഏറ്റെടുത്ത് ചെയ്യണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഒരു പദ്ധതി നിർദ്ദേശം ഡിവിഷൻ കൗൺസിലർ കൂടിയായ വൈശാഖ് സംസാരിക്കും. വടക്കാഞ്ചേരി നഗരസഭാ പ്രദേശത്ത് ഈ കുമ്മായച്ചിറ ഏത് വർഷകാലത്തും വെള്ളം സ്ഥിരമായിട്ട് ഇതിന് ചുറ്റുമുള്ള വീടുകളിൽ കയറുന്ന ഒരു സ്ഥിതി ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ കുമ്മായച്ചിറ തന്നെ തകർന്ന സ്ഥിതിയിലാണ്. കൈവരികൾ തകർന്നു. ഇതിലൂടെ ആളുകൾ നടക്കുന്ന നടപ്പാലത്തിൻ്റെ സ്ലാബുകൾ പൊട്ടിയിരിക്കുകയാണ്. നമ്മൾ ഈ പുഴ നവീകരണവുമായി ബന്ധപ്പെട്ട് 10 കോടി രൂപ ആദ്യഘട്ടത്തിലും 30 കോടി രൂപയുടെ പ്രോജക്റ്റ് അനുവദിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഈ കുമ്മായച്ചിറയും ഇതിൻ്റെ മുകളിലൂടെ ഒരു പുതിയ പാലവും വരുമെന്നുള്ളതാണ് നമ്മൾ ആദ്യം വിചാരിച്ചത്. പക്ഷേ അതൊന്നും ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടില്ല. ഇവിടുത്തെ മണ്ണ് കച്ചവടം ചെയ്യാൻ അല്ലെങ്കിൽ മണ്ണ് ഇവിടെ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ട ഒരു പദ്ധതി മാത്രമാണ് ഈ പൈസയിൽ ഉൾപ്പെട്ടത് എന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. അതുപോലെ സൈഡ് കെട്ടാത്ത സ്ഥലങ്ങളിൽ സൈഡ് കെട്ടുന്ന പ്രവൃത്തി കൂടിയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇറിഗേഷൻ ഉദ്യോഗസ്ഥരോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ കുമ്മായച്ചിറ, കാലഹരണപ്പെട്ട കുമ്മായച്ചിറ ഡീകമ്മീഷൻ ചെയ്ത് ഇതിൻ്റെ പരിസരത്ത് തൊട്ട് അപ്പുറത്ത് ആ താഴ്ഭാഗത്ത് പുതിയ ഒരു വാഹനങ്ങൾക്ക് പോകാവുന്ന രീതിയിലൊരു പാലവും റെഗുലേറ്റർ കം ബ്രിഡ്ജായിട്ട് പണിയുകയാണെങ്കിൽ കുന്നംകുളം റോഡിലേക്ക് വടക്കാഞ്ചേരിയുടെ ഒരു മിനി ബൈപ്പാസ് ആയിട്ട് നമുക്ക് പാലസ് റോഡിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ആ റോഡ് ഉപയോഗിക്കാൻ പറ്റും. കുന്നംകുളം റോഡിലേക്ക് വടക്കാഞ്ചേരി ടൗണിൽ നിന്ന് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ഒരാൾക്ക് ഓട്ടുപാറ അങ്ങാടി മുഴുവൻ കറങ്ങി ബ്ലോക്ക് മുഴുവൻ സഞ്ചരിച്ച് പോകേണ്ട ഒരു സ്ഥിതിയില്ല. സുഖമായിട്ട് ഒരു മിനി ബൈപ്പാസിലൂടെ ശതവേഗം പെട്ടെന്ന് കുന്നംകുളം റോഡിലേക്ക് കുമരനെല്ലൂർ ഭാഗത്തേക്കും അതുപോലെ കുണ്ടന്നൂർ ചിറ്റണ്ട ഭാഗത്തേക്കും വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കും പുതിയൊരു പാലം പണിത് കഴിഞ്ഞാൽ. അപ്പോൾ അത് എത്രയും വേഗം പ്രാവർത്തികമാക്കണം എന്നുള്ളതാണ് ഭരിക്കുന്ന ആളുകളോടും അതുപോലെ ഇറിഗേഷൻ വകുപ്പിനോടും പറയാനുള്ളത്. ഇത് കാലഹരണപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക.
വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.